വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗാങ്ങിൽ പെടുന്ന ക്രൂരന്മാരായിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന ഹൈസ്കൂൾ. ആ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ ഗാങ് ലീഡറിനെ തേടി കള്ളപ്പേരിലും കള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ടീച്ചറായിട്ട് നമ്മുടെ കഥാനായകനായ ജോൺ എത്തുകയാണ്. അദ്ദേഹം ആരാണെന്ന് അറിയാതെ അദ്ദേഹത്തിന്റെ അടുത്ത് ആളാവാൻ പോയ സ്റ്റുഡൻസിനെയൊക്കെ അദ്ദേഹം നല്ലൊരു പാഠം തന്നെ പഠിപ്പിച്ചു. എന്തായാലും ജോൺ ആരാണ് എന്ന് അറിയാനായി നമുക്ക് കഥ തുടക്കത്തിൽ നിന്ന് തന്നെ പറയാം. കഥ ആരംഭിക്കുന്നത് അങ്ങ് ക്യൂബയിൽ നിന്നാണ്. 8 അംഗമുള്ള ഒരു പട്ടാള സംഘം ഇവിടെ ഒരു ഡ്രഗ് കാർട്ടലിനെ അറ്റാക്ക് ചെയ്യാനായി വന്നതാണ്. ആ പട്ടാളക്കാര് ആ ഓപ്പറേഷൻ വിജയിക്കുകയും ചെയ്തു. ഈ മിഷനിൽ 8 അംഗമുള്ള ആ പട്ടാള സംഘത്തിലെ 3 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഥാനായകനായ ജോണും ബാക്കി 4 പട്ടാളക്കാരും മിഷൻ പൂർത്തീകരിച്ച് തിരിച്ച് അവരുടെ താമസ സ്ഥലത്തേക്ക് എത്തുകയാണ്. മിഷൻ പൂർത്തീകരിച്ച് അവരൊന്ന് റിലാക്സ് ചെയ്യുമ്പോഴാണ് ടിവിയിൽ അവർ ആ ഷോക്കിംഗ് ആയ വാർത്ത കണ്ടത്. ഇവര് നടത്തിയ മിഷൻ അൺഓതറൈസ്ഡ് ആണ്. പെർമിഷൻ ഇല്ലാതെയാണ് ഈ 8 പട്ടാളക്കാർ അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ 8 പട്ടാളക്കാരും അതിൽ 3 പേര് ഓൾറെഡി കൊല്ലപ്പെട്ടു. എന്തായാലും 8 പട്ടാളക്കാരും പട്ടാളത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു എന്ന വാർത്തയാണ് അവർ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ ഹോളൻ ടിവി ചവിട്ടി നിലത്തിടുകയാണ്. ജോണിനോട് അവർ ചോദിക്കാണ്, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നതുവരെ നമുക്ക് കാത്തു നിൽക്കാം, അതുവരേക്കും നമുക്ക് 5 പേർക്കും പിരിയാം. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട ആ 5 പട്ടാളക്കാരും അവരവരുടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇനിയുള്ള കഥ മയാമിയിൽ വെച്ചാണ്. സോ ഇതാണ് കൊളംബസ് ഹൈസ്കൂൾ. ഈ സ്കൂളിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള KOD എന്ന ഒരു ഗാങ് പ്രവർത്തിക്കുന്നുണ്ട്. കിങ് ഓഫ് ഡിസ്ട്രക്ഷൻസ് എന്നാണ് KODന്റെ ഫുൾ ഫോം. അപ്പോൾ KOD ഗാങ് മെമ്പേഴ്സ് ജെറോം എന്ന പയ്യനെ ക്രൂരമായി തല്ലുന്നത് കാണാം. ഇവനാണ് ലാക്കസ്, KOD ഗാങ്ങിന്റെ ലീഡർ. ലാക്കസ് തന്റെ ഗാങ് മെമ്പേഴ്സ് ജെറോമിനെ തല്ലുന്നത് നോക്കി നിൽക്കുന്നത് കാണാം. എന്നാൽ ആ സമയം തല്ല് നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഈ സ്റ്റുഡൻസിനെ പിടിച്ചു മാറ്റാനായി 2 അധ്യാപകർ എത്തുകയാണ്. അപ്പോൾ ഈ അധ്യാപകന്റെ പേരാണ് ഡെറിൽ. ആൻഡ് ഇതാണ് നമ്മുടെ കഥാനായിക, സ്കൂളിലെ അധ്യാപികയായ ജെയിൻ. ജെയിൻ ഗാങ് ലീഡർ ലാക്കസിനോട് മര്യാദക്ക് നിന്റെ ഈ കോപ്രായങ്ങൾ നിർത്തുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാക്കസ് അധ്യാപികയായ ജെയിനെ ഭീഷണിപ്പെടുത്തുകയാണ്. എടി മോളെ, നീ പഠിപ്പിക്കാൻ വന്നതല്ലേ, പഠിപ്പിച്ചിട്ട് പോയാൽ മതി. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട. ഇതാണ് സ്കൂളിലെ പ്രിൻസിപ്പാൾ. ഈ കാര്യമൊക്കെ ജെയിനും ഡെറിലും പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്യുകയാണ്. സർ, ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. ലാക്കസ് എന്ന ഒരുത്തൻ കാരണം സ്കൂളിലെ മറ്റു സ്റ്റുഡൻസിനും അത് മോശമായി ബാധിക്കുന്നുണ്ട്. അവന്റെ ഗാങ് കാരണമാണ് സ്കൂളിൽ ദിവസവും പ്രശ്നങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് സർ, ഇതിൽ ആക്ഷൻ എടുത്തേ മതിയാവൂ. അവനെ ഡിസ്മിസ് ചെയ്യണമെന്നൊക്കെ ജെയിൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞപ്പോൾ അവനെതിരെ എനിക്കോ നിങ്ങൾക്കോ വ്യക്തമായ ഒരു തെളിവുമില്ല. തെളിവില്ലാതെ ഒരു സ്റ്റുഡന്റിനെ ഞാൻ ഡിസ്മിസ് ചെയ്താൽ അവൻ എനിക്കെതിരെ കേസ് കൊടുത്ത് കോടതിയിൽ ചെല്ലും. അതുകൊണ്ട് എനിക്ക് താങ്കൾ പറയുന്നത് ചെയ്യാൻ കഴിയത്തില്ല. സോ സോറി എന്ന് പ്രിൻസിപ്പൽ പറയുകയാണ്. എന്തായാലും വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് ജെയിൻ മടങ്ങുകയാണ്. താൻ കാർ പാർക്ക് ചെയ്തതിന് ചുറ്റുമായി ഈ ഗാങ് മെമ്പേഴ്സ് നിൽക്കുന്നുണ്ട്. ലാക്കസ് ജെയിനെ തെറി വിളിച്ചപ്പോൾ ജെയിൻ അവനെയും തിരിച്ചു തെറി വിളിച്ചു. അങ്ങനെ ആ ഗാങ് മെമ്പേഴ്സ് എല്ലാവരും ജെയിനെ അറ്റാക്ക് ചെയ്യാനായി വരികയാണ്. അപ്പോഴേക്കും ജെയിൻ കാറിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. അവര് കാറിന്റെ മുകളിലേക്കൊക്കെ ചാടി കയറുന്നുണ്ട്. എന്തായാലും ജെയിന് കാറ് മുന്നോട്ടെടുത്ത് എന്തോ ഭാഗ്യത്തിന് ഈ വൃത്തികെട്ടവന്മാരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു. ജെയിൻ പോയതിനു ശേഷം നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് ലാക്കസ് പറയുന്നതായി കാണാം. അപ്പോൾ ഇവിടെ ജെയിൻ തന്റെ താമസ സ്ഥലത്തെത്തി. കാറ് പാർക്ക് ചെയ്ത് നടന്നു പോകുമ്പോഴൊക്കെ ജെയിനിന് ഭയമുണ്ട്. കാരണം പുള്ളിക്കാരിക്ക് നല്ല പോലെ അറിയാം ആ ഗാങ് ഒന്നും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന്. ലിഫ്റ്റ് തുറന്നപ്പോൾ പെട്ടെന്ന് ആരോ ബഹളം വെച്ചു. ജെയിന് ശരിക്കും പേടിച്ചു പോയി. എന്നാൽ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ജോൺ ആണ്. ജോണ് ജെയിനെ സർപ്രൈസ് ചെയ്തതാണ്. ജോണിനെ കണ്ട ഉടനെ ജെയിന് കെട്ടിപ്പിടിക്കുകയാണ്. സോ നമ്മുടെ കഥാനായകൻ ജോണിന്റെ കാമുകയാണ് ജെയിൻ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ജോൺ ചോദിച്ചപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ഒരു ഗാങ് ഉണ്ട് എന്ന കാര്യമൊക്കെ ജോണിനോട് ജെയിൻ പറയുന്നുണ്ട്. അതേപോലെ ജോണ് തന്റെ പട്ടാളത്തിലെ ജോലി നഷ്ടമായ കാര്യവും ജെയിനോട് ഇവിടെ പറയുന്നുണ്ട്. സോ ഇവിടെ അടുത്ത ദിവസം ജെയിന് തനിച്ച് ബീച്ചിൽ ജോഗിങ്ങിനായി ചെല്ലുകയാണ്. ജോൺ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. പുള്ളിക്കാരി അതുകൊണ്ട് ജോണിനെ ശല്യപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ട് ജോണിനെ എഴുന്നേൽപ്പിച്ചിട്ടുമില്ല. പക്ഷേ ജെയിൻ ഇവിടെ ജോഗ് ചെയ്യുന്ന സമയത്ത് ഒരുത്തൻ അവിടെ ജെയിൻ തന്റെ അടുത്ത് എത്താനായി കാത്തു നിൽക്കുന്നതായി കാണാം. ജെയിൻ തന്റെ അടുത്തേക്ക് ജോഗ് ചെയ്ത് എത്തിയപ്പോൾ അവൻ ജെയിനിന്റെ കാലിൽ വടി കൊണ്ട് അടിക്കുകയാണ്. പിന്നീട് വീണ്ടും അവൻ വടി വെച്ച് ജെയിനെ അടിക്കാനായി പോയപ്പോൾ പെട്ടെന്ന് ആരോ വന്ന് അവനെ ചവിട്ടി മാറ്റി. ജോൺ അവനെ നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട്. എന്നാൽ അവസാനം പോലീസുകാരന്റെ സൗണ്ട് കേട്ടപ്പോൾ അവൻ ജോണിന്റെ കണ്ണിൽ മണ്ണ് വാരിയെറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ്.
എന്തായാലും കാലിന് പരിക്കേറ്റ് ജെയിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ജെയിൻ ഉറപ്പാണ് ഇത് ലാക്കസ് തന്നെയാണ് ചെയ്യിപ്പിച്ചത് എന്ന്. അവനുള്ള പണി ഞാൻ കൊടുക്കാം എന്ന് ജോൺ പറഞ്ഞപ്പോൾ, പ്ലീസ് നീ ഇതിൽ ഇടപെടരുത്, ഇത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, നീ ഇടപെട്ടാൽ അവനെ നീ ബോംബ് വെച്ച് കൊല്ലുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ജോൺ ദയവ് ചെയ്ത് നീ ഇതിൽ ഇടപെടരുത് എന്ന് ജെയിൻ ജോണോട് പറയുകയാണ്. ശരി, ഓക്കെ, ഞാൻ എന്നാൽ ഒന്നും ചെയ്യില്ല എന്ന് ജെയിനിന് ജോൺ വാക്കും കൊടുത്തു. എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കാനൊന്നും കഴിയത്തില്ല, എനിക്ക് നാളെ തന്നെ സ്കൂളിൽ പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ജെയിന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനായി ശ്രമിച്ചു. എന്നാൽ കാലൊടിഞ്ഞത് കാരണം അവിടെ വീണു. ജെയിൻ, നീ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത്? ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ, കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കുക. അപ്പോൾ ജെയിൻ ജോണിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, അതായത് സ്കൂൾ അഡ്മിഷനിൽ വിളിച്ച് എനിക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ അറേഞ്ച് ചെയ്യാനായി പറ. ഓക്കെ, ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ കോൾ ചെയ്യാനായി പോവുകയാണ്. എന്നാൽ ഇപ്പോൾ ജോണിന് ഒരു ഐഡിയ കിട്ടി. ജോൺ സ്കൂൾ അഡ്മിഷനിലേക്കല്ല വിളിച്ചത്, ജോൺ തന്റെ ടീം മെമ്പേഴ്സിനെയാണ് വിളിച്ചത്. എന്നിട്ട് തന്റെ പേരിൽ വ്യാജ ടീച്ചിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായി പറയുകയാണ്. അങ്ങനെ അവര് ജോണിന് ജെയിംസ് സ്മിത്ത് എന്ന കള്ളപ്പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അങ്ങനെ ജെയിനിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ട് നമ്മുടെ ജോൺ സ്കൂളിൽ പഠിപ്പിക്കാനായി പോവുകയാണ്. എന്നാൽ ഈ കാര്യം ജോൺ ജെയിനോട് പറഞ്ഞിട്ടില്ല, കാരണം ജെയിനോട് താൻ ഇതിൽ ഇടപെടത്തില്ല എന്ന് ജോൺ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് തെറ്റിച്ചുകൊണ്ടാണ് ജോൺ ഇത് ചെയ്യുന്നത്. എനിവേ സ്കൂളിലെത്തിയ ജോൺ ആ സ്കൂളിന്റെ പരിസരങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. അതിൽ ജോൺ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പല സ്റ്റുഡൻസും മെർസിഡീസ്, BMW പോലുള്ള ആഡംബര കാറുകളിലാണ് സ്കൂളിൽ വരുന്നത്. എന്തായാലും സ്കൂളിൽ ജെയിംസ് സ്മിത്ത് എന്ന കള്ളപ്പേരിൽ ടീച്ചറായി എത്തിയ ജോൺ ആദ്യം തന്നെ പ്രിൻസിപ്പളിനെ കാണുകയാണ്. അദ്ദേഹം ജോണിന് ക്ലാസ് റൂം കാണിച്ചു കൊടുത്തു. ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ സ്മിത്ത്. എന്തായാലും ആ ക്ലാസ് റൂം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ക്ലബ്ബ് പോലെയാണ്. അവര് പാട്ടൊക്കെ വെച്ചിട്ട് ഗേൾസും ബോയ്സും ഒന്നിച്ച് വളരെ വൃത്തികെട്ട രീതിയിൽ ഡാൻസ് കളിക്കുന്നു, ക്ലബിലൊക്കെ കാണുന്നത് പോലെ. ക്ലാസ്സിൽ കയറിയ ഉടനെ ജോൺ പാട്ട് വെച്ചിട്ടുള്ള റേഡിയോ ഓഫ് ചെയ്തു. എന്നിട്ട് എല്ലാവരോടും സീറ്റിൽ പോയി ഇരിക്കാനായി പറയുകയാണ്. അതിന് താൻ ഏതാണ് എന്നൊക്കെ തെറി പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻസ് ജോണിനോട് ചോദിക്കുന്നുണ്ട്. ഞാനാണ് മിസ്റ്റർ സ്മിത്ത്, മിസ്സിസ് ജെയിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നതാണ്. ജോൺ ബോർഡിൽ എഴുതുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റ് ജോണിന്റെ ദേഹത്ത് ഒരു സാധനം വലിച്ചെറിയുകയാണ്. എന്നാൽ ജോൺ ഒന്നും പറയാതെ ക്ഷമിച്ചു നിന്നുകൊണ്ട് ബോർഡിൽ എഴുതുകയാണ്. അതിനുശേഷം ജോൺ അറ്റൻഡൻസ് എടുക്കുകയാണ്. അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് ജോണിന് ഒരു കാര്യം മനസ്സിലായി, ഈ ക്ലാസ്സിൽ പഠിക്കാൻ ആഗ്രഹമുള്ള നല്ല കുട്ടികളുമുണ്ട്, എന്നാൽ ചില വൃത്തികെട്ടവന്മാരുമുണ്ട് എന്ന്. പേര് വിളിച്ച് വിളിച്ച് ലാക്കസിന്റെ പേരിലെത്തി. അങ്ങനെ ജോൺ ലാക്കസിനെ കാണുകയാണ്. അവൻ പ്രസന്റ് പറയുന്നതിന് പകരം മിഡിൽ ഫിംഗർ കാണിക്കുകയാണ്. എന്നിട്ടും ജോൺ അവനെ ഒന്നും ചെയ്തിട്ടില്ല. ജോൺ അവർക്ക് ക്ലാസ് എടുക്കാനായി തുടങ്ങി. സ്റ്റാഫ് റൂമിൽ നിന്ന് ജോൺ ഡെറിലിനെയും അതേപോലെ ലൈബ്രറിയെയും പരിചയപ്പെട്ടു. അവര് ജോണിനോട് KOD എന്ന ഗാങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ താങ്കൾ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നത് ജെയിൻ ടീച്ചറിന് വേണ്ടിയാണല്ലേ? പുള്ളിക്കാരിയും ഞാനും ഒരുപാട് തവണ KODക്കെതിരെ നീങ്ങാനേ ശ്രമിച്ചതാണ്, എന്നാൽ എല്ലാ തവണയും തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ ഞങ്ങളെ അവഗണിക്കും. പ്രിൻസിപ്പൽ സാറ് പണ്ട് പോലീസിലുണ്ടായതാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമാവശ്യങ്ങൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തെളിവില്ലാതെ ആക്ഷൻ എടുക്കാത്തത് എന്നൊക്കെ ജോണിനോട് ഡെറിൽ പറയുന്നുണ്ട്. അതിനുശേഷം ജോൺ പ്രിൻസിപ്പലിനെ കാണാനെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. എന്തായാലും അവര് രണ്ടുപേരും അവരുടെ കരിയറിനെ കുറിച്ചും അവര് പഠിച്ച സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. ഇവര് സംസാരിക്കുന്ന സമയത്ത് ജോൺ അദ്ദേഹം ധരിച്ചിട്ടുള്ള വില കൂടിയ വാച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്ര വില കൂടിയ വാച്ച് ഈ സ്ഥലത്ത് നിന്ന് ധരിക്കാൻ താങ്കൾക്ക് പേടിയില്ലേ? ഇവിടെ നിരന്തരം പിടിച്ചു പറയും മോഷണമൊക്കെ നടക്കുന്നതല്ലേ? അപ്പോൾ അദ്ദേഹം, എന്റെ വാച്ച് മോഷ്ടിക്കണമെങ്കിൽ മോഷ്ടാക്കൾ എന്റെ കൈ വെട്ടിമാറ്റണം, അല്ലാതെ അവർക്ക് ഇത് തൊടാൻ പോലും ആവത്തില്ല എന്ന് പറയാണ്. പ്രിൻസിപ്പള് ജോണിന്റെ കയ്യിലുള്ള കല കണ്ടിട്ടും ജോണിനോട് കൈക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് താൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിളിൽ നിന്ന് വീണു പോയതാണ് എന്ന് ജോൺ കള്ളം പറയുകയാണ്. സോ ഇവിടെ ജോൺ തന്റെ 4 ടീം മെമ്പേഴ്സിനെ കാണാനായി ചെന്നു, ഈ സ്കൂളിനെ കുറിച്ച് പറയാനായി. ഇവര് 3 പേരും ജോൺ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്. എന്നാൽ ഹോളന് ജോണിനോട് തർക്കിക്കുകയാണ്. ഇല്ല, ജോലി പോയപ്പോ നിന്റെ തലക്ക് വട്ടുപിടിച്ചോ കണ്ട സ്കൂൾ കുട്ടികളുടെ കാര്യം നോക്കാൻ? ഹോളൻ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. ആ സ്കൂളിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്ത്, കുട്ടികൾ ഹോംവർക്ക് ചെയ്യാത്തതാണ് എന്നൊക്കെ ചോദിച്ച് ഹോളൻ ജോണിനെ കളിയാക്കുകയാണ്. അവര് രണ്ടുപേരും തർക്കമാവുകയും ജോൺ പറയുന്നത് കേൾക്കാതെ ഹോളൻ ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം ഇവരോട് 3 പേരോടും ജോൺ ആ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ആ സ്കൂളിൽ പ്രവർത്തിക്കുന്ന KOD എന്ന വൃത്തികെട്ട ഗാങ്ങിലെ മെമ്പേഴ്സ് സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ആഡംബര കാറുകളിലാണ്. എന്നാൽ ആ കുട്ടികളെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ സാധാരണ കുടുംബത്തിലുള്ളവരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഇത്രയും കാശ് ഉണ്ടാവണമെങ്കിൽ അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ,
ഡ്രഗ്സ് എവിടെയുണ്ടോ അവിടെ കാശുമുണ്ട്. സോ നിങ്ങൾ ഈ മിഷൻ ചെയ്യാൻ എന്റെ കൂടെ കൂടുന്നോ? അവര് 3 പേരും തയ്യാറായി. അടുത്ത ദിവസം ജോൺ സ്കൂളിലെത്തിയപ്പോൾ സ്കൂളിലെ പോസ്റ്റിൽ റേമനെ കാണാം. സ്കൂളിന്റെ അകത്ത് ടെക്നീഷ്യനായിട്ട് വെൽമെനിയും കാണാം. അപ്പോൾ ഇവിടെ ക്ലാസ്സിൽ ജോൺ വന്നു. അതേ അവസ്ഥ തന്നെയാണ്. പാട്ടും വെച്ച് സ്റ്റുഡൻസ് ഡാൻസ് കളിക്കുന്നു. ജോൺ പാട്ട് ഓഫ് ചെയ്തു, റേഡിയോ മാറ്റിവെച്ചു. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ജോൺ ബോർഡിൽ എഴുതുമ്പോൾ ഒരുത്തൻ ജോണിന്റെ പിന്നിൽ ഒരു സാധനം വലിച്ചെറിയുന്നതായി കാണാം. എന്നാൽ ജോൺ പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ആ സാധനം പിടിച്ച് അത് അവന്റെ മോന്തക്കിട്ട് തന്നെ എറിയുകയാണ്. അവന്റെ മുഖത്തുനിന്ന് രക്തം വരണേ തുടങ്ങി. അതിനുശേഷം അവന്റെ അടുത്തേക്ക് ജോൺ വന്നപ്പോൾ അവൻ ജോണിനെ തല്ലാനായി ശ്രമിച്ചു. അപ്പോഴും ജോൺ അവനെ വളരെ നിസ്സാരമായി അവന്റെ കൈ പിടിച്ച് തിരിക്കുകയാണ്. അതിനുശേഷം വേറൊരുത്തനും വന്നു. അവന്റെ വിരൽ പിടിച്ചും ജോൺ ഒടിക്കുകയാണ്. ശേഷം ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് പറയാണ്, എന്റെ അടുത്ത് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾ തന്നെയായിരിക്കും അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യുക. അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ മര്യാദ. നിങ്ങൾ രണ്ടുപേർക്കും വേണമെങ്കിൽ ക്ലിനിക്കിലേക്ക് പോകാം. അങ്ങനെ അവന്മാര് രണ്ടുപേരും ക്ലിനിക്കിലേക്ക് പോവുകയാണ്. ജോൺ ക്ലാസ് എടുക്കാനായി ആരംഭിച്ചു. ഒരുത്തനും ശബ്ദിക്കുന്നില്ല. അവർക്ക് മനസ്സിലായി ജെയിംസ് സ്മിത്ത് അഥവാ നമ്മുടെ ജോണ് ആളൊരു സാധാരണക്കാരനല്ല എന്ന്. സോ ഇവിടെ പ്രിൻസിപ്പാള് 2 സ്റ്റുഡൻസ് ക്ലിനിക്കിൽ വന്നതായി കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് പേടിയായി ആ ക്ലാസ് റൂമിൽ ഫൈറ്റ് നടക്കുന്നുണ്ടോ എന്ന്. അദ്ദേഹം പെട്ടെന്ന് ജോണിന്റെ ക്ലാസ് മുറിയിലേക്ക് ഓടുകയാണ്. എന്നാൽ അദ്ദേഹം അവിടെ കണ്ട കാഴ്ച ഷോക്കിംഗ് ആയിരുന്നു. കുട്ടികൾ എല്ലാവരും വളരെ അച്ചടക്കത്തോടു കൂടി ഇരുന്ന് ക്ലാസ് കേൾക്കുന്നു. ഇത് കണ്ട് പ്രിൻസിപ്പലിന് അത്ഭുതമായി. കാരണം ആദ്യമായിട്ടാണ് ഈ ക്ലാസ് ഇത്ര അച്ചടക്കത്തോടെ ഇരിക്കുന്നത് അദ്ദേഹം കാണുന്നത്. ജോൺ ആളൊരു വ്യാജ അധ്യാപകനാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ അറിയാം. അദ്ദേഹത്തിന്റെ ക്ലാസ് സ്റ്റുഡൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ അവരുടെ സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ സ്റ്റുഡൻസും അല്ല, ലാക്കസും അവന്റെ 1-2 ഗ്യാങ് മെമ്പേഴ്സും ക്ലാസ് കേൾക്കാതെ വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ വായ തുറക്കാൻ മാത്രം അവന്മാർക്ക് ധൈര്യമില്ല. സോ ഇവിടെ സ്റ്റുഡൻസ് പോയതിനു ശേഷം തന്റെ പെട്ടിയിലുള്ള സീക്രട്ട് ഡിവൈസിൽ അവിടെ ജോണിന്റെ ഗ്യാങ് മെമ്പേഴ്സ് സെറ്റ് ചെയ്ത ഹിഡൻ ക്യാമറാസ് ജോൺ നോക്കുന്നതായി കാണാം. ഇവിടെ ജോൺ അഥവാ ജെയിംസ് സ്മിത്ത് യഥാർത്ഥ ടീച്ചർ തന്നെയാണോ എന്നൊക്കെ സംശയമായ പ്രിൻസിപ്പൾ ജെയിംസ് സ്മിത്തിന്റെ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്യാനൊക്കെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം അതെല്ലാം വെരിഫൈ ചെയ്തു, എല്ലാം ഒറിജിനൽ തന്നെയാണ്. പ്രിൻസിപ്പളുടെ സംഭാഷണം ഇവർ ഇവിടുന്ന് കേൾക്കുന്നത് കാണാം. അതായത് ജോണിന്റെ ടീം ഹിഡൻ ക്യാമറാസ് മാത്രമല്ല സെറ്റ് ചെയ്തത്, അവർക്ക് അവരുടെ ടെലിഫോൺസിലും ആക്സസ് ഉണ്ട്. സോ ഇവിടെ ജോൺ ഹോസ്പിറ്റലിൽ നിന്ന് ജെയിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായി കാണാം. പുള്ളിക്കാരിക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിൽ പഠിപ്പിക്കാനായി പോകണം. നീ റെസ്റ്റ് എടുക്ക്, എല്ലാം ശരിയാവട്ടെ, അതുവരെ ആ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ടീച്ചർ പഠിപ്പിക്കട്ടെ എന്നൊക്കെ ജോൺ ജെയിനോട് പറയുകയാണ്. അടുത്ത ദിവസം ജോൺ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് ലാക്കസ് കയറി വരികയാണ്. നിന്നോട് ആരാണ് കയറിയിരിക്കാൻ പറഞ്ഞത്? നീ ലേറ്റ് ആണ്. അതിനിപ്പോ എന്താ? ഞാൻ ബോർഡിൽ 10 തവണ സോറി എന്ന് എഴുതണോ എന്ന് അഹങ്കാരത്തോടെ ലേക്കസ് ചോദിച്ചപ്പോൾ 10 തവണ പോരാ, 100 തവണ എഴുതണമെന്ന് ജോൺ പറയുകയാണ്. ലേക്കസിന് എന്തായാലും ജോണിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആകെ നാണം കെട്ട് ബോർഡിൽ 100 തവണ ഐ ആം സോറി എന്ന് എഴുതാനായി പോവുകയാണ്. ലേക്കസ് ബോർഡിൽ ഐ ആം സോറി എന്ന് എഴുതുന്ന സമയത്ത് ജോൺ ക്ലാസ് എടുക്കുകയാണ്. സ്റ്റുഡൻസിന് എല്ലാവർക്കും ജോണിനെ ഇപ്പോൾ ഭയങ്കര കാര്യമാണ്. അവരൊക്കെ അദ്ദേഹത്തെ നല്ല റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇതൊന്നും ലാക്കസിന് തീരെ പിടിക്കുന്നില്ല. ലാക്കസ് എന്തായാലും 100 തവണ ഐ ആം റിയലി സോറി എന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. എന്തായാലും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രിൻസിപ്പൽ ജോണിനെ കാണാനായി വന്നു. താങ്കൾ ഇന്ന് ലേക്കസിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്തെന്ന് കേട്ടല്ലോ. വെൽ ഡൺ മിസ്റ്റർ സ്മിത്ത്. ഫാക്കൽറ്റി മീറ്റിംഗിന് ശേഷം താങ്കൾ എന്നെ കാണാനായി ഒന്ന് എന്റെ ഓഫീസ് വരെ വരണമെന്നും പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. സോ ഇവിടെ ടോയ്ലറ്റിൽ നിന്ന് ലേക്കസും പ്രിൻസിപ്പളും സീക്രട്ട് ആയിട്ട് സംസാരിക്കുന്നത് കാണാം. അത് ജോൺ ഹിഡൻ ക്യാമറ വഴി കണ്ടു. അപ്പോൾ ജോണിന് മനസ്സിലായി പ്രിൻസിപ്പൽ നല്ലവനല്ല, പ്രിൻസിപ്പൾ ആണ് ലേക്കസിന് വളം വെച്ചു കൊടുക്കുന്നത് എന്ന്. പുറത്തൊരു കാറിൽ ലേക്കസും 2-3 പേരും വന്നതായി ജോൺ കണ്ടു. അവരുടെ കയ്യിൽ തോക്കുകളുമുണ്ട്. തന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവര് വന്നത് എന്ന് മനസ്സിലാക്കി ജോൺ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിക്കുന്നത് കാണാം. എന്നിട്ട് പുറത്തേക്ക് ചെന്ന് അവർക്ക് മുഖം കാണിച്ച് സ്കൂളിന്റെ അകത്തേക്ക് തന്നെ ജോൺ ഓടുകയാണ്. ജോൺ ഓടിക്കയറിയത് ലൈബ്രറിയിലേക്കാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ജോൺ അവരുമായി ലൈബ്രറിയുടെ അകത്തുനിന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ്. ജോൺ അതിൽ ഓരോരുത്തരെയും ലൈബ്രറിയുടെ മുകളിൽ നിന്ന് അടിച്ചു പുറത്തേക്ക് തള്ളിയിടുകയാണ്. എന്നാൽ അവസാനം ഒരുത്തന് തോക്കെടുത്ത് ജോണിനെ വെടിവെച്ചു. ജോൺ ചത്ത പോലെ കിടന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജോൺ എഴുന്നേറ്റു. അങ്ങനെ ഫൈനലി ജോൺ തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന എല്ലാവരെയും തിരിച്ച് അറ്റാക്ക് ചെയ്ത്
പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ജോൺ തിരിച്ചു പോകുന്ന സമയത്ത് പ്രിൻസിപ്പലിനെ കണ്ടു. സോ ജോണിനെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത് ഈ പ്രിൻസിപ്പൽ തന്നെയാണ്. ജോണിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ട് അങ്ങേരുടെ മുഖം മാറി. ഹേ സാർ, നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞല്ലോ, എന്താണ് മാറ്റർ എന്ന് ജോൺ ചോദിച്ചപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ ഞാൻ ലേറ്റ് ആയി, നാളെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ പെട്ടെന്ന് നടന്നു പോവുകയാണ്. സോ ഇവിടെ ജാനിനെ കാണാനായി വീട്ടിലേക്ക് ഡെറിൽ വരികയാണ്. അദ്ദേഹം സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ജയനോട് പറയുകയാണ്. നിനക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ജെയിംസ് എന്ന അധ്യാപകൻ അടിപൊളിയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് സ്റ്റുഡൻസ് എല്ലാവരും അച്ചടക്കത്തോടെ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. എനിക്കിതിന് അത്ഭുതമായി പോയി. ഇതൊക്കെ പറയുന്ന സമയത്ത് ഡെറിൽ അവിടെ ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ കാണുകയാണ്. ഡെറിൽ ആ ഫോട്ടോ നോക്കാനായി ചെന്നു. അത് ജെയിംസ് സ്മിത്ത് അഥവാ ജോണിന്റേതാണ്. ഇത് നിന്റെ ആരാണ് എന്ന് ഡെറിൽ ചോദിച്ചപ്പോൾ അതാണ് എന്റെ ബോയ് ഫ്രണ്ട്, ആള് പട്ടാളക്കാരനാണ് എന്ന് ഡെറിലിനോട് ജെയിൻ പറയുകയാണ്. സോ ഇവിടെ ജോൺ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ജെയിൻ ജോണോട് ചോദിക്കാണ്, ജോൺ ബൈ ദ വേ, നീ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു സെക്യൂരിറ്റി സർവീസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ജോൺ ജെയിനോട് കള്ളം പറഞ്ഞു. അവിടെയും താങ്കളുടെ പേര് ജെയിംസ് സ്മിത്ത് എന്ന് തന്നെയാണോ എന്ന് ജെയിൻ ജോണിന്റെ മുഖത്ത് ചോറ് കൊണ്ട് അടിച്ചിട്ട് ചോദിക്കുകയാണ്. പുള്ളിക്കാരിക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചതുകൊണ്ടാണ് ജെയിന് ദേഷ്യമായത്. പ്ലീസ് നീ ഞാൻ പറയുന്നത് കേൾക്ക്. അങ്ങനെ ജോണിന് പറയാനുള്ളത് എല്ലാം ജോൺ ജെയിനോട് പറയുകയാണ്. അതായത് ആ സ്കൂളിൽ നടക്കുന്ന വലിയ മാഫിയകളുടെ ഡ്രഗ് ഡീലിനെ കുറിച്ചും അതേപോലെ അതിൽ പ്രിൻസിപ്പലിനും പങ്കുണ്ട്. സോ ഇവിടെ ലാക്കസിന്റെ സംഘം ഒരു ഡ്രഗ് ഡീൽ നടത്തുന്നുണ്ട്. അത് ജോണിന്റെ ആൾക്കാരെ ട്രാക്ക് ചെയ്ത് അവരുടെ പിന്നാലെ പോവുകയാണ്. ആ ഡ്രഗ് ഡീൽ തടയാൻ വേണ്ടിയും അവരെ പിടികൂടാൻ വേണ്ടിയും ജോണിനെ വിളിക്കുകയാണ്. ഡ്രഗ് ഡീൽ നടക്കുന്ന ആ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി. അങ്ങനെ ആ സ്ഥലത്തേക്ക് ജോണും പുറപ്പെടുകയാണ്. സോ ഇവര് രണ്ടുപേരുമാണ് ഡ്രഗ്സ് വിൽക്കാനായി വന്നവർ. അപ്പോൾ ഇവനാണ് ജെയിനെ തല്ലിയത്. അവനെ ജോൺ കണ്ടു. സോ ബോട്ടിൽ വന്ന ഇവന്മാരാണ് ഡ്രഗ്സ് വാങ്ങുന്നത്. 5 ലക്ഷം US$ കൊടുത്ത് അവര് ഡ്രഗ്സ് വാങ്ങി. സോ ഇവിടെ ജോയോട് ഡ്രഗ്സ് വാങ്ങിയവരെ പിടികൂടാനായി ജോൺ പറയുകയാണ്. എന്നിട്ട് ജോൺ ഡ്രഗ്സ് വിറ്റവരുടെ പിന്നാലെ ഓടുകയാണ്. ജോൺ അവരെ ഗൺ പോയിന്റ് ചെയ്ത് നിലത്ത് കിടക്കാനായി പറഞ്ഞു. പിന്നെ ഇവിടെ ഡ്രഗ്സ് വാങ്ങിയവന്മാരെ ജോയ് ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞിട്ടുമുണ്ട്. സോ ഇവിടെ ഒരു ട്വിസ്റ്റ് നടന്നു. അവിടെ ഹോളൻ പെട്ടെന്ന് കേറി വരികയാണ്. എന്നിട്ട് ഹോളന് ജോണിന്റെ നേർക്ക് തോക്ക് ചൂണ്ടി. ഇത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആണ്. അങ്ങനെ ജെയിനെ തല്ലിയവനും ജോണും ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഓക്കെ, ടൈംസ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോളൻ അവനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. നീ എന്താ സൈക്കോ ആണോ എന്നൊക്കെ ജോൺ ഹോളനോട് ചോദിക്കുകയാണ്. എന്നാൽ അന്ന് തർക്കിച്ചതിന് ചെറുതായിട്ടൊന്ന് ഹോളൻ പണി കൊടുത്തതാണ്. ഇതൊക്കെ ഒരു തമാശയല്ലേ ബ്രോ? എന്തായാലും അവര് പിടികൂടിയ ഡ്രഗ്സ് അവർ അവിടെ തന്നെ വെള്ളത്തിൽ വലിച്ചെറിയുകയാണ്. ഇപ്പോൾ അവരുടെ കയ്യിൽ 5 ലക്ഷം US$ ഉണ്ട്. ഇനി ഇത് വെച്ച് എന്ത് ചെയ്യും? അടുത്ത ദിവസം പ്രിൻസിപ്പൾ തന്റെ വീട്ടിൽ നിന്ന് ടിവിയിൽ വാർത്ത കാണുമ്പോൾ ഡ്രഗ് ഡീലേഴ്സ് കൊല്ലപ്പെട്ട വാർത്ത കാണുകയാണ്. അപ്പോൾ ഈ സമയത്ത് കൊല്ലപ്പെട്ട ഡ്രഗ്സ് വാങ്ങാനായി വന്നവന്റെ ആൾക്കാര് പ്രിൻസിപ്പളിനെ കോൾ ചെയ്തു. മര്യാദക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചു തന്നോ, അല്ലെങ്കിൽ നിന്റെ ഗ്യാങ്ങിലെ ഓരോരുത്തരെയും ഞങ്ങൾ കൊന്നുകളയും. അപ്പോൾ ഈ കാശൊക്കെ എവിടെയാണ് പോയതെന്ന് പ്രിൻസിപ്പളിന് സംശയമായി. കാരണം എല്ലാവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, പണം മിസ്സിങ്ങുമാണ്. അതിന്റെ അർത്ഥം ആരോ ഇതിൽ കയറി കളിച്ചിട്ടുണ്ട് എന്നാണ്. സ്കൂളിൽ ചെന്ന പ്രിൻസിപ്പൾ ലാക്കസിനെ തല്ലിക്കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കും അതാണ് മനസ്സിലാവാത്തത്. ആ കാശ് ആരാണ് കൊണ്ടുപോയതെന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ ലാക്കസ് പ്രിൻസിപ്പലിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് സ്കൂളിലെ സ്പീക്കറിൽ ഒരു അനൗൺസ്മെന്റ് അവർ കേട്ടത്. അനൗൺസ്മെന്റ് നടത്തുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജോൺ ആണ്. സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും ഫ്രീ ആയിട്ട് TV, കമ്പ്യൂട്ടർ, VCR, റേഡിയോ എല്ലാം സൗജന്യമായി സ്കൂളിന്റെ പുറത്തുനിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റുഡൻസും അത് വാങ്ങിക്കാനായി നിൽക്കുകയാണ്. ജോണിന്റെ ആൾക്കാര് അത് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതും കാണാം. ഇവിടെ ജെറോം എന്ന സ്റ്റുഡന്റ് ജോണിനോട്, സർ നിങ്ങൾ എന്റെ ജീവിതം തന്നെ മാറ്റിക്കളഞ്ഞു, ഞാൻ ഇപ്പോൾ നന്നായി പഠിക്കാനായി തുടങ്ങി എന്നൊക്കെ ജെറോം ജോണിനോട് പറയുന്നുണ്ട്. അതിനുശേഷം ഡെറിൽ ജോണിനെ കാണാൻ വരികയാണ്. ഡെറിൽ ജോണിനോട്, താങ്കൾക്ക് KOD ഗ്യാങ്ങിനെ പൂട്ടാൻ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ തരാം എന്നൊക്കെ അദ്ദേഹം ജോണിനോട് പറയുന്നുണ്ട്. ജോൺ ഒരു പട്ടാളക്കാരനാണ് എന്നും കള്ളപ്പേരിലാണ് ഇവിടെ പഠിപ്പിക്കാൻ വന്നതെന്നും അറിയുന്ന ഏക അധ്യാപകൻ ഈ ഡെറിൽ മാത്രമാണ്. ഡെറിലിനോട് ജോൺ ഇവിടെ നടക്കുന്ന ഡ്രഗ് ഡീലിൽ പ്രിൻസിപ്പലിനും പങ്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, നീ വെറുതെ കളവ് പറയുന്നതാണ്, ഞാൻ ഇത് വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെറിൽ നടന്നു പോവുകയാണ്. എന്തായാലും പുറത്ത് വിതരണം നടക്കുന്നത് കണ്ട പ്രിൻസിപ്പലിന് അവരുടെ 5 ലക്ഷം US$ ആരാണ് എടുത്തത് എന്ന് മനസ്സിലായി. വീട്ടിൽ വന്ന ഈ കഥകളൊക്കെ ജോൺ ജെയിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. സോ അടുത്ത ദിവസം
സ്കൂളിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞു. എന്നാൽ ഡെറിൽ മാത്രം ക്ലാസ് മുറിയിൽ ഇരുന്നു കൊണ്ട് ബാക്കിയുള്ള തന്നെ ജോലി ചെയ്യുകയാണ്. അപ്പോഴാണ് ലിസ എന്നൊരു പെൺകുട്ടി ക്ലാസ്സിൽ വന്നത്. സർ, എനിക്ക് ഒറ്റക്ക് പോകാൻ പേടിയാകുന്നു. പുറത്ത് KOD ഗ്യാങ്ങിലെ മെമ്പേഴ്സ് നിൽപ്പുണ്ട്. അവരെന്നെ റാഗ് ചെയ്യും. ശരി, നീ ഇവിടെ ഇരുന്നോ. നീ എന്റെ കൂടെ വന്നാൽ മതി എന്ന് ഡെറിൽ പറയുകയാണ്. ഇവിടെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ജോൺ പുറപ്പെട്ടു. അപ്പോൾ ജോണിനെ രണ്ടുപേര് കാറിൽ ഫോളോ ചെയ്തതായി കാണാം. അവര് പെട്ടെന്ന് കാർ ഓവർടേക്ക് ചെയ്യുകയും ജോണിന്റെ കാറിലേക്ക് ഷൂട്ടും ചെയ്തു. കൺട്രോൾ വിട്ട ജോണിന്റെ കാർ ഒരു വീട്ടിൽ ചെന്ന് ഇടിക്കുകയാണ്. അതിനുശേഷം ഈ വാർത്ത കില്ലേഴ്സ് പ്രിൻസിപ്പലിനെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ തന്നെയാണ് ജോണിനെ കൊല്ലാനായി ആളെ ഏൽപ്പിച്ചത്. സോ ഇവിടെ ഡെറിൽ ലിസയെ കൂട്ടി പോകുന്ന സമയത്ത് സ്കൂളിലെ മെയിൻ ഡോർ അകത്തുനിന്ന് ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാക്ക് സൈഡിലെ ഡോർ കൂടി പോകാൻ വേണ്ടി അവര് ചെന്നു. എന്നാൽ അവിടെ അവര് രണ്ടുപേരും കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ലാക്കസും തന്റെ ഗാങ്ങും ട്രക്കിൽ ഡ്രഗ്സ് കയറ്റുന്നു. അതിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് പ്രിൻസിപ്പൽ തന്നെയാണ്. ഇതൊക്കെ ഡെറിലും ലിസയും ഒളിച്ചു നിന്നാണ് കണ്ടത്. എന്നാൽ അവർ നിൽക്കുന്ന സമയത്ത് ചെറിയ ശബ്ദമായി പോയി. അവര് രണ്ടുപേരും പെട്ടെന്ന് അവിടെ നോടി. പ്രിൻസിപ്പൽ ആരോ അവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ലാക്കസിനോടും ഗാങ്ങിനോടും ആരായാലും പിടികൂടണമെന്ന് പറയുകയാണ്. ഡെറിൽ ഇവിടെ ചെയ്തത് എന്ന് വെച്ചാൽ ലിസയെ ഒരു റൂമിൽ അടച്ചുപൂട്ടിട്ട് പറയാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ വേണം നടന്ന കാര്യങ്ങളെല്ലാം മിസ്റ്റർ ജെയിംസ് സ്മിത്തിനോട് പറയാൻ. അങ്ങനെ ഡെറിൽ ഓടുകയാണ്. അവരുടെ പിടിയിലാവുകയും ചെയ്തു. പ്രിൻസിപ്പൽ ഡെറിലിനോട് നീ ഒരു മണ്ടൻ തന്നെ, നീ ഇനി ജീവിച്ചിരിക്കേണ്ടവനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെറിലിനെ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയുകയാണ്. അടുത്ത ദിവസം സ്കൂളിൽ കൊല്ലപ്പെട്ട 2 അധ്യാപകർക്ക് വേണ്ടി എല്ലാവരും സൈലന്റ് ആയി നിൽക്കുകയാണ്. ഒന്ന് ഡെറില്, രണ്ടാമത്തത് നമ്മുടെ ജെയിംസ് സ്മിത്ത്. അപ്പോൾ ജെയിംസ് സ്മിത്ത് അഥവാ ജോൺ നടന്നു വരുന്നു. ആരാണ് മരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, സർ, നിങ്ങൾ തന്നെ. നിങ്ങൾ മരിച്ചിട്ടില്ലേ? നിങ്ങളും ഡെറിൽ സാറും ഇന്നലെ മരിച്ചു എന്ന് പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്തല്ലോ. ഡെറിൽ സാറിന്റെ ബോഡി കിട്ടി. തലക്ക് വെടി കൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രിൻസിപ്പൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ജോൺ പ്രിൻസിപ്പലിനെ അന്വേഷിച്ച് സ്കൂളിൽ നിന്ന് പോവുകയാണ്. ഇവിടെ ജെറോമിനെ കാണുന്ന ലിസ വന്നതായി കാണാം. നീ എന്റെ കൂടെ അർജന്റായിട്ട് ജെയിംസ് സ്മിത്ത് സാറിനെ കാണാനേ വരണം, വളരെ അർജന്റ് ആണ് എന്നും പുള്ളിക്കാരി ജെറോമിനോട് പറയുന്നുണ്ട്. അവര് രണ്ടുപേരും അങ്ങനെ ജോണിന്റെ വീട്ടിലെത്തി. അതിനുശേഷം ഇവിടെ ജോണിന് വീട്ടിൽ ജെയിനിന്റെ കോൾ വരികയാണ്. പുള്ളിക്കാരിയുടെ സംസാരം കേട്ടപ്പോൾ ജോണിന് എന്തോ ഒരു പന്തികേട് തോന്നി. സോ ഇവിടെ ലാക്കസ് തന്റെ തോക്ക് പോയിന്റ് ചെയ്താണ് ജോണിനെ വിളിപ്പിച്ചത്, ജോണിനെ ട്രാപ്പ് ആക്കാൻ വേണ്ടി. അതെന്തായാലും ജോൺ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ജെറോമിനെയും അതേപോലെ ലിസയും അവര് പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. സോ ഇവിടെ ജോൺ തോക്കൊക്കെ റെഡിയാക്കി തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഓൾറെഡി എല്ലാം സെറ്റാക്കി വന്നത് കൊണ്ട് തന്നെ ഡോറ് തുറന്നപ്പോൾ തന്നെ ജോൺ തുരുതുരാ വെടിവെക്കാനായി തുടങ്ങി. അങ്ങനെ അവിടെ വലിയ ഒരു ഷൂട്ട് ഔട്ട് നടന്നു. അവിടെ വന്ന് എല്ലാവരും ജോൺ വെടിവെച്ചു കൊന്നു. പക്ഷെ അവസാനം ജെയിനിനെ ലാക്കസ് പിടികൂടി. എന്നിട്ട് ജോണിനോട് തോക്ക് താഴെ ഇട്ടിട്ടില്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ലാക്കസിന് പെട്ടെന്ന് വെടികൊള്ളുന്നു. അത് വേറെ ആരുമല്ല, നിലത്ത് വീണ തോക്കെടുത്ത് ജെറോമാണ് ലാക്കസിനെ വെടിവെച്ച് കൊന്നത്. അതിനുശേഷം ലിസ ഇവിടെ പുള്ളിക്കാരി കണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. പ്രിൻസിപ്പൽ വലിയ ഒരു ഡ്രഗ് ഡീൽ ഇന്ന് നടത്തുന്നുണ്ട്. ഞാനും ഡെറിൽ സാറും അത് കണ്ടതാണ്. അദ്ദേഹമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹത്തെ പ്രിൻസിപ്പൽ ആണ് വെടിവെച്ച് കൊന്നത് എന്നൊക്കെ ലിസ ജോണിനോട് പറയുകയാണ്. സോ ഇന്ന് രാത്രി ജോണും ടീമും ആ ഡ്രഗ് ഡീൽ തടയാനായി പോവുകയാണ്. ഈ ഓപ്പറേഷനിൽ അവരുടെ ജീവൻ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. പ്ലീസ് നീ പോകേണ്ട എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ജെയിൻ പറയുന്നുണ്ട്. അപ്പോ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ജെയിനെ വിട്ട് ജോൺ പോവുകയാണ്. ഓക്കെ, ഇനി കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ സ്കൂളിൽ നിന്നാണ് ഡ്രഗ്സ് കയറ്റി അയക്കുന്നത്. അങ്ങനെ അവിടെ ജോണും സംഘവും എത്തി. പ്രിൻസിപ്പൽ അവിടെ ഒരുപാട് പേരെയാണ് ഡ്രഗ്സിന് കാവൽ നിൽക്കാനായി ഏൽപ്പിച്ചത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആയതുപോലെ ഇപ്രാവശ്യം ആവാൻ പാടില്ല. ഇത് വലിയ ഡീലാണ്. എന്തായാലും സ്കൂളിൽ വലിയ ഒരു ഷൂട്ട് ഔട്ട് തന്നെയാണ് നടന്നത്. ആൻഡ് ഫൈനലി എല്ലാവരെയും കൊന്നതിന് ശേഷം ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് പ്രിൻസിപ്പൽ മാത്രമാണ്. ആൻഡ് അവസാനം അദ്ദേഹം ജോണും ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം പ്രിൻസിപ്പലിനെ ജോൺ കൊന്നു കളയുകയും ചെയ്തു. അങ്ങനെ ആ വലിയ ഡ്രഗ് ഡീൽ അവര് തടഞ്ഞു. എന്തായാലും ഇവിടെ സങ്കടകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ജോണിന്റെ 4 മെമ്പേഴ്സിൽ നിന്ന് 3 പേരും കൊല്ലപ്പെട്ടു. ജോയ് മാത്രമാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഫൈനലി മിഷൻ പൂർത്തീകരിച്ചതിനു ശേഷം ജോണും ജോയും സ്കൂളിൽ നിന്ന് നടന്നു പോകുന്നത് കാണാം. അവിടെ പോലീസ് വന്ന് ഡ്രഗ്സ് സീസ് ചെയ്തു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.